بسم الله الرحمن الرحيم. الله خالق كل شيء وهو على كل شيء وكيل. له مقاليد السماوات والأرض والذين كفروا بآيات الله أولئك هم الخاسرون. قل أفغير الله تأمروني أعبد أيها الجاهلون. ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. بل الله فاعبد وكن من الشاكرين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1611 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്തുൽ സുമറിലെ 62 മുതൽ 66 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله خالق كل شيء وهو على كل شيء وكيل. له مقاليد السماوات والأرض والذين كفروا بآيات الله أولئك هم الخاسرون. قل أفغير الله تأمروني أعبد أيها الجاهلون. ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. بل الله فاعبد وكن من الشاكرين. صدق الله العلي العظيم. സൂറത്ത് സുമറിലെ 62 മുതൽ 66 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ പ്രബോധനത്തിന് ചെവി കൊടുത്തുകൊണ്ട് സത്യമാർഗം സ്വീകരിക്കാൻ സന്നദ്ധരായ, ജീവിതം സുഹൃതങ്ങൾ കൊണ്ട് ശോഭനമാക്കി മാറ്റിയ ആളുകളാണ് വിജയികളാകാൻ പോകുന്നത്. അള്ളാഹു അവർക്ക് മോക്ഷം നൽകുകയും അവരുടെ വിജയോപാധികളും അവരുടെ ദൈവഭക്തിയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അവരെ സ്വർഗാവകാശികളാക്കുകയും ചെയ്യും എന്ന കാര്യം നമ്മൾ മുകളിൽ പരാമർശിക്കപ്പെട്ടതായിട്ട് കാണുകയുണ്ടായി. യാതൊരു വിധത്തിലുള്ള ദുരിതവും അവരെ സ്പർശിക്കുകയില്ല. അവർക്ക് യാതൊരുവിധ ദുഃഖവും നേരിടേണ്ടി വരില്ല എന്നാണ് കൂടുതലായിട്ട് അവിടെ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ തുടർന്ന് ഇത് സത്യനിഷേധികളുടെ പാരത്രിക ജീവിതത്തിലേക്ക് എത്തുമ്പോഴുള്ള ദുരനുഭവങ്ങളെ പരാമർശിച്ചതിന് ശേഷമാണ് ഈ കാര്യം അല്ലാഹു വിവരിക്കുന്നത്. അതിനുശേഷം ഇന്ന് നമ്മൾ പാരായണം ചെയ്തു വെച്ചിട്ടുള്ള ആയത്തുകളിലായിട്ട് അള്ളാഹു ഈ രണ്ട് വിഭാഗങ്ങളുടെയും, സത്യനിഷേധത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചവരുടെയും സത്യവിശ്വാസ മാർഗത്തിലൂടെ സഞ്ചരിച്ചവരുടെയും അവർ സ്വീകരിച്ച നിലപാടുകൾ പരസ്പരം താരതമ്യം ചെയ്തുകൊണ്ട് അതിൽ ബുദ്ധിപൂർവകമായ
ആലോചിച്ച് ഏറ്റവും വിജയസാധ്യതയുള്ള മാർഗം തിരഞ്ഞെടുത്ത ആളുകൾ ആരാണ് എന്നത് സൂചിപ്പിക്കുന്ന ചില യുക്തിപരമായ കാര്യങ്ങളാണ് ഈ ആയാത്തുകളിൽ അടങ്ങിയിട്ടുള്ളത് എന്നത് തുടർന്നുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ അത് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ കാര്യങ്ങളാണ് ഇവിടെ അള്ളാഹു പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത്. അള്ളാഹു ഖാലിഖു കുല്ലി ശൈഇൻ, സകലതിന്റെയും സൃഷ്ടാവ് അള്ളാഹു ആകുന്നു. അള്ളാഹുവാണ് സകല വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരൊറ്റ കാര്യം മതി കാര്യങ്ങളിൽ ശരിയായ നിലപാടെടുക്കുന്നതിന് യുക്തിപരമായ അടിത്തറയാവാൻ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ഖാലിഖു കുല്ലി ശൈഇൻ, സകല വസ്തുക്കളുടെയും സകലതിന്റെയും ജീവനുള്ളതും ജീവനില്ലാത്തതും ഒക്കെയായ സകല സംഗതികളുടെയും സൃഷ്ടാവ് അള്ളാഹു ആകുന്നു. വഹുവ അലാ കുല്ലി ശൈഇൻ വക്കീൽ, എല്ലാറ്റിന്റെയും മേൽ കൈകാര്യകർത്താവായിട്ട് വക്കീലായിട്ട് അവനാണുള്ളത്. ഏത് തരം സൃഷ്ടിയാണെങ്കിലും അതിൻ്റെയൊക്കെയും നിലനിൽപ്പ്, അതിൻ്റെയൊക്കെ പ്രവർത്തനക്ഷമത, അതുമായി ബന്ധപ്പെട്ട സകല സംഗതികളും അതിനൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഒരു ചുമതലക്കാരനായിട്ട് അള്ളാഹു ഉണ്ട്. സൃഷ്ടിപ്പ് നടത്തി പിന്നെ അത് അക്കാര്യം അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊന്നും കൺസേൺഡ് അല്ലാതെ അങ്ങ് വിട്ടുകളഞ്ഞിരിക്കുകയല്ല അള്ളാഹു. ഓരോ നിമിഷവും അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ഒരു യൂണിറ്റ് ഓഫ് ടൈം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഓരോ സംഗതിയുടെയും മേൽ ഓരോ അത് ജീവനുള്ള ജീവജാലങ്ങളായാലും വസ്തുക്കളായാലും അവയുടെയൊക്കെ മേൽ നിരന്തരമായ മേൽനോട്ടവും ശ്രദ്ധയും അതുപോലെ പരിഗണനയും ഒക്കെ അതിൻ്റെയൊക്കെ ചുമതല അള്ളാഹുവിനാണുള്ളത്. വഹുവ അലാ കുല്ലി ശൈഇൻ വക്കീൽ. പ്രപഞ്ചത്തിലെ ഏത് സംഗതിയെ നിരീക്ഷിക്കുകയാണെങ്കിലും അതിൻ്റെ ഓരോ മൊമെന്റിലുമുള്ള ഫങ്ഷനിങ് അത് അള്ളാഹുവുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ഉള്ളതാണ് ഏത് സംഗതിയുടെയും പ്രവർത്തനക്ഷമത എന്ന് പറയുന്നത്. ജീവജാലങ്ങളുടേതും ഇനി ജീവനില്ലാത്ത വസ്തുക്കളുടേതും ആയാലും അതിലൊക്കെ തന്നെ ചില ഓപ്പറേഷണലായ സംഗതികളുണ്ട്, ചില ഫങ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സംഗതിക്കും. അത് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂര്യന്റെ ഉദയവും അസ്തമയവും അതുപോലെ വാനലോകത്തെ അസംഖ്യം പ്രതിഭാസങ്ങളും ഒക്കെ മുതൽ ഒരു മണൽത്തരിയോ ഒരു തന്മാത്രയോ ഒക്കെ പോലുള്ള ഒരു ചെറിയൊരു യൂണിറ്റിലേക്ക് വന്നാൽ പോലും, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഒരു കോശത്തിന്റെ ഫങ്ഷനിങ്ങിനെ ശ്രദ്ധിച്ചാൽ പോലും നമുക്കിത് കേന്ദ്രീകൃതമായ ഒരു നിയന്ത്രണത്തിലാണ് എന്ന കാര്യം ബോധ്യപ്പെടും. അങ്ങനെ ഒരു വക്കീലായിട്ട് അവയുടെ മേൽ അതിന്റെ കൈകാര്യകർത്താവും മേൽനോട്ടക്കാരനും അവയുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് നിയന്ത്രണമുള്ളവനുമായ ഒരു റബ്ബാണ് അള്ളാഹു എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. അള്ളാഹു ഖാലിഖു കുല്ലി ശൈഇൻ വഹുവ അലാ കുല്ലി ശൈഇൻ വക്കീൽ. അവൻ എല്ലാറ്റിന്റെയും സ്രഷ്ടാവാണ് മാത്രമല്ല, അവൻ എല്ലാറ്റിന്റെയും കൈകാര്യകർത്താവും മേൽനോട്ടക്കാരനും ചുമതലക്കാരനും ഒക്കെയാണ്. ഈ വക്കീൽ എന്ന വാക്ക് ഈ വിവിധങ്ങളായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ലഹു മഖാലിദു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മഖാലിദ് അവന് അവകാശപ്പെട്ടതാണ്. അവയുടെ ഖജനാവുകളുടെ താക്കോലുകൾ. മഖാലിദ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് അത് നിഖ്ലാദ് എന്ന പദത്തിന്റെ ബഹുവചനാണ്. നിഖ്ലാദ് എന്ന് പറഞ്ഞാൽ അറബിയിൽ മഫാത്തിഹ്
എന്നാണ് അർത്ഥം. മഫാത്തിഹ് മഖാലീദ് എന്ന് പറഞ്ഞ മഫാത്തിഹ് എന്നാണ്, താക്കോലുകൾ എന്നാണ് ഭാഷാപരമായിട്ട് അവയുടെ ആ പദത്തിന്റെ അർത്ഥം. മിഖ്ലാദ് എന്നതിന്റെ ബഹുവചനാണ്. അത് നിധികുംഭങ്ങളുടെയും നിധി ശേഖരങ്ങളുടെ, വലിയ ട്രഷറികളുടെ ഒക്കെ താക്കോലുകൾ എന്ന അർത്ഥത്തിലാണ് ആ പദം ഉപയോഗത്തിലുള്ളത്. ആകാശഭൂമികളിലായിട്ട് മൂല്യവത്തായുള്ള സകലതും തന്നെയും അവന്റെ കയ്യിലാണ്, അവന്റെ നിയന്ത്രണത്തിലാണ്. അവയുടെയൊക്കെ താക്കോലുകൾ അള്ളാഹുവിന്റെ മാത്രം അവകാശപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ലഹു മഖാലിദുസ്സമാവാതി വൽ അർദ്. അള്ളാഹു അനുവദിച്ച് നൽകുന്നതും അള്ളാഹു തടഞ്ഞു വെക്കുന്നതും ഒക്കെയായിട്ടുള്ള ധാരാളം വിഭവങ്ങൾ, മൂല്യവത്തായ വിഭവങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. അവയുടെ വിതരണം ആർക്ക് എത്രത്തോളം എന്നതൊക്കെ അള്ളാഹുവാണ് നിശ്ചയിക്കുന്നത്. അവയുടെ താക്കോൽ അവന്റെ കയ്യിലാണ് എന്ന് പറയുമ്പോൾ അത് അവന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അതിന്റെ അവകാശവും അതിന്റെ തീരുമാനവും ഒക്കെ അവനാണ് അതിന്റെ ചുമതലയുള്ളത്. ലഹു മഖാലിദുസ് സമാവാതി വൽ അർദ് വല്ലദീന കഫറൂ ബി ആയാത്തില്ലാഹി. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് ഏറ്റവും വലിയ നഷ്ടകാരികൾ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ ഇത്തരം ഈ അടിസ്ഥാനപരമായ ഈ സന്തുലിതത്വം, അല്ലെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള ഒരു അടിസ്ഥാന ധാരണ, ഈ ധാരണ ഇല്ലാത്ത ഒരാള് ഈ പ്രപഞ്ചത്തോട് ഒരിക്കലും തന്നെ, അല്ലെങ്കിൽ തന്റെ ചുറ്റുപാടുകളോടോ സഹജീവികളോടോ ഒരിക്കലും തന്നെ ഒരു ശരിയായ നിലപാട് ഉള്ള ആളായിരിക്കില്ല. എപ്പോഴും അത് ഈ പ്രാപഞ്ചിക വ്യവസ്ഥയോട് ഇടഞ്ഞുകൊണ്ടാണ് അയാളുടെ മനസ്സും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാവുക. അതിന്റെ സ്വാഭാവികമായ പരിണതിയാണ് നിഷേധികളായ, അള്ളാഹുവിനെ ഉൾക്കൊള്ളാത്ത, ഈ പ്രാപഞ്ചിക സംവിധാനത്തിന്റെ ശരിയായ വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ ഖാസിറുകളാണ്, അവര് നഷ്ടകാരികളാണ് എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. അവര് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു നാഥനുണ്ട് എന്നത് തിരിച്ചറിയുന്നില്ല. അവന്റെ ഓരോ സംഗതിയുടെയും ഓരോ സൃഷ്ടിപ്പിന്റെയും ലക്ഷ്യം എന്ത് എന്ന് മനസ്സിലാക്കാതെ, അതിന്റെ ഫങ്ഷൻ എന്ത് എന്നത് മനസ്സിലാക്കാതെ അവയിലൊക്കെ ഇടപെടുമ്പോൾ അത് പ്രാപഞ്ചിക സംവിധാനത്തിൽ തന്നെ ഒരു സങ്കീർണത സൃഷ്ടിക്കുന്ന ഒരു ഇടപെടലും, അത് അങ്ങനെ ഇടപെടുന്ന ആളുകൾക്ക് എല്ലാ നിലക്കുമുള്ള നഷ്ടമുണ്ടാക്കുന്ന ഒരു സംഗതിയുമായി മാറും. അപ്പൊ വല്ലദീന കഫറൂ ബി ആയാത്തില്ലാഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന, അതിനെ തള്ളിക്കളയുന്ന ആളുകൾ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് ഏറ്റവും വലിയ നഷ്ടകാരികൾ. ഇത് ഈ പ്രാപഞ്ചിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തിരിച്ചറിവിന്റെ കൂടി ഒരു പ്രശ്നമാണ്. അത് ശരിയായ തിരിച്ചറിവോട് കൂടിയല്ല ഒരാൾ നിലകൊള്ളുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ പ്രാപഞ്ചിക സംവിധാനങ്ങളുമായിട്ട് അത്തരം ആളുകൾക്ക് വലിയ സംഘർഷം ഉണ്ടാകും. അത് പ്രപഞ്ചത്തിനും സങ്കീർണത ഉണ്ടാക്കും, അവരോരോരുത്തർക്കും തന്നെ വലിയ നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും ആകാശഭൂമികളിലും കരയിലും കടലിലും ഒക്കെ തന്നെ വലിയ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായിട്ട് മനുഷ്യൻ മാറുന്നത്. ഈ പ്രാപഞ്ചിക സംവിധാനത്തിന്റെ രഹസ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഹാർമണി മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് അങ്ങനെയുള്ള ഫസാദ് ഉണ്ടാവുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഈ സമൂഹത്തോട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന വിശുദ്ധ ഖുർആന്റെ ആദ്യ തലമുറയിലെ അനുവാചകരായ ആളുകളോടാണ് ഈ ചോദ്യം.
അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ എന്ന വളരെ ശ്രദ്ധേയമായ ഒരു കൺസ്ട്രക്ഷൻ ഉള്ള അല്ലെങ്കിൽ ഒരു ആശയവും അഭിസംബോധനയും അടങ്ങിയിട്ടുള്ള ഒരായത്താണത്. ഖുൽ, പ്രവാചകരെ അവരോട് ചോദിക്കുക, അവരോട് പറയുക അല്ലെങ്കിൽ അവരോട് ചോദിക്കുക, അഫഗൈറല്ലാഹി തഅ്മുറൂനി, അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണോ, ഞാൻ ഇബാദത്ത് ചെയ്യണമെന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? അയ്യുഹൽ ജാഹിലൂൻ, അവിവേകികളെ എന്നാണ്, അല്ലെങ്കിൽ ബുദ്ധിശൂന്യന്മാരെ, മടയന്മാരെ. ഈ പ്രപഞ്ച സംവിധാനത്തിന് അതിന്റെ സകല കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായൊരു റബ്ബ് ഉണ്ടായിരിക്കെ ആ കാര്യം ഉൾക്കൊള്ളാതെ, ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാടും പ്രവർത്തനങ്ങളും സ്വീകരിക്കാതെ അതിനു പകരം അള്ളാഹു അല്ലാത്തവരെ വിധേയപ്പെട്ടുകൊണ്ട്, അവർക്ക് അടിമപ്പെട്ടുകൊണ്ട്, അവർക്ക് ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിലകൊള്ളണമെന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് എന്നാണ് അവരോട് ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത്. അതിൽ അഭിസംബോധന ചെയ്യുന്നത് അയ്യുഹൽ ജാഹിലൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിവേകികളെ, ബുദ്ധിശൂന്യന്മാരെ, മടയന്മാരെ എന്നാണ്. ഇത് ആരെയും അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ എന്നുള്ള ഒരു അഭിസംബോധനയല്ല. യഥാർത്ഥത്തിൽ ഒരു പച്ച പരമാർത്ഥം അവരെ ബോധ്യപ്പെടുത്തുന്ന, അത് നിരന്തരം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന വിധത്തിൽ അവരോട് സംസാരിച്ചതിന് ശേഷം കാര്യങ്ങളെ ബുദ്ധിപൂർവകമായി ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു കടുപ്പമുള്ള ശൈലിയാണ്. ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ ചെയ്യുന്നതിനേക്കാളേറെ അങ്ങനെയല്ല, അതിലേറെ അവരുടെ മൗഢ്യത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ സമഗ്രമായ ഒരു ആസൂത്രണവും അതിന്റെ നിയന്ത്രണവും ഒക്കെ അതിനെ സൃഷ്ടിച്ച റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത ഈ പ്രപഞ്ചത്തിലെ ഏത് പ്രതിഭാസത്തെ വിലയിരുത്തിയാലും ആളുകൾക്ക് ബോധ്യപ്പെടും. ഇതിന്റെ പിന്നിലൊരു നിയന്ത്രകനുണ്ട്, കാര്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്ന ഒരു റബ്ബ് ഇതിനൊക്കെയും ഉണ്ട് എന്ന കാര്യം വളരെ സ്വാഭാവികമായ ആലോചനയിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആ സ്വാഭാവിക യുക്തിയെ നിരാകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുകയോ അള്ളാഹു അല്ലാത്ത ഒരുപാട് ശക്തികളെ ദിവ്യത്വമുള്ളവയായി കണ്ടുകൊണ്ട് അവക്ക് വിധേയപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഏറ്റവും മൂഢമായ, ഏറ്റവും ബുദ്ധിശൂന്യമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് കാര്യങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഈ ആളുകളോട് ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനി, തഅ്മുറൂനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. അഅ്ബുദു, ഞാൻ അടിമപ്പെടണമെന്ന് അല്ലെങ്കിൽ ആരാധന അർപ്പിക്കണമെന്ന്, വിധേയപ്പെടണമെന്ന്. ആർക്കാണ്? ഈ അള്ളാഹു അല്ലാത്ത ഈ ഇവര് സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ ഔലിയാകൾക്ക് ഒക്കെ ഞാൻ ഇബാദത്ത് ചെയ്യണമെന്നാണോ പരമവിഡ്ഢികളെ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് എന്നാണ് ചോദിക്കാൻ അള്ളാഹുവിടെ ആവശ്യപ്പെടുന്നത്. എന്നിട്ട് ഒരു വസ്തുത അവര് മുന്നിൽ അവതരിപ്പിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ. വലഖദ് ഊഹിയ ഇലൈക, ഇങ്ങനെ അവരോട് ചോദിക്കുന്നതിന്റെ ഒരു ന്യായം, ഒരു കാരണം ഇതാണ്. വലഖദ് ഊഹിയ ഇലൈക, നിശ്ചയമായിട്ടും എനിക്ക് ദിവ്യ വെളിപ്പാട് ലഭിച്ചിട്ടുണ്ട്. വലഖദ് ഊഹിയ ഇലൈക, നിശ്ചയമായിട്ടും ഞാൻ താങ്കൾക്ക് ദിവ്യ വെളിപ്പാട് നൽകിയിട്ടുണ്ട്. വൈലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ളവർക്കും ദിവ്യ വെളിപ്പാട് നിശ്ചയമായിട്ടും ഞാൻ നൽകിയിട്ടുണ്ട്. ആ ദിവ്യ വെളിപ്പാടില് അവരെ, താങ്കളെ ഉൾപ്പെടെ പൂർവിക പ്രവാചകന്മാരെ ഒക്കെയും അറിയിച്ചിട്ടുള്ള കാര്യം ഇതാണ്. ലഇൻ അശ്റക്ത, നിങ്ങൾ അള്ളാഹുവിൽ പങ്കാളികളെ ചേർക്കുന്നുവെങ്കിൽ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ,
ലയഹ്ബത്തന്ന അമലുക, അത് താങ്കളുടെ പ്രവർത്തനങ്ങളെ, അമലുകളെ ബാത്തിലാക്കി കളയും, അത് നിർവീര്യമാക്കി കളയും, താങ്കളുടെ അമലിനെ അത് നഷ്ടമാക്കി കളയും, ഫലശൂന്യമാക്കി കളയും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അത് കാരണമായി താങ്കള് വലിയ നഷ്ടകാരികളിൽ പെടുകയും ചെയ്യും. ഈ ഒരു കാര്യം അള്ളാഹു വളരെ വ്യക്തതയോടുകൂടി എല്ലാ പ്രവാചകന്മാർക്കും വെളിപ്പാട് നൽകിയിട്ടുണ്ട്. ഒരിക്കലും തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളെ ശിർക്ക് കലർന്നതാക്കി മാറ്റിക്കൂടാ. വിധേയത്വവും സമർപ്പണവും കീഴ്പ്പെടലും ആരാധനയും അനുസരണവും ഒക്കെ പൂർണ്ണമായിട്ടും സ്രഷ്ടാവായ അള്ളാഹുവിനാണ് നൽകേണ്ടത്. ആ സ്ഥാനത്ത് മറ്റേ ആരെയെങ്കിലും സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ അവരുടെ കർമ്മങ്ങളെ മുഴുവനായിട്ടും അത് പാഴാക്കി കളയും, നഷ്ടമാക്കി കളയും എന്ന സംഗതി അത് താങ്കളോട് വഹിയായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ പൂർവികരായ മുഴുവൻ പ്രവാചകന്മാർക്കും, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും ഈ കാര്യം അള്ളാഹു ദിവ്യ വെളിപ്പാടിലൂടെ അറിയിച്ചിട്ടുണ്ട്. വലഖദ് ഊഹിയ ഇലൈക, നിശ്ചയമായിട്ടും താങ്കൾക്ക് നാം വഹിയായിട്ട് അറിയിച്ചു തന്നിട്ടുണ്ട്. വൈലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരാണ് മുഖ്യമായിട്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോ താങ്കൾക്ക് മുമ്പുള്ളവർക്കും നാം ദിവ്യ വെളിപ്പാട് നൽകിക്കൊണ്ട് ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. ലഇൻ അശ്റക്ത, ആ കാര്യം ഇതാണ്. ലഇൻ അശ്റക്ത, താങ്കൾ ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ, അള്ളാഹുവിനോടൊപ്പം മറ്റാരെയെങ്കിലും ദിവ്യത്വത്തില് പങ്കാളിത്തമുള്ളവരായി സങ്കല്പിച്ചുകൊണ്ട് ഒരു നിലപാടോ പ്രവർത്തന രീതിയോ സ്വീകരിക്കുന്നുവെങ്കിൽ, ലയഹ്ബത്തന്ന അമലുക, അത് പൂർണ്ണമായിട്ടും താങ്കളുടെ പ്രവർത്തനങ്ങളെ, അമലുകളെ പാഴാക്കി കളയും, നശിപ്പിച്ചു കളയും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അതിന്റെ ഫലമായി താങ്കൾ നഷ്ടകാരികളിൽ പെടുകയും ചെയ്യും. തുടർന്ന് പറയുന്നത് ബലില്ലാഹ ഫഅ്ബുദ്, അങ്ങനെ മറ്റ് ഏതെങ്കിലും ശക്തികളെ ദിവ്യത്വമുള്ളവയായി സങ്കല്പിച്ചുകൊണ്ട് അവയ്ക്ക് വിധേയപ്പെടുന്നതിന് പകരം ബലില്ലാഹ ഫഅ്ബുദ്, അള്ളാഹുവിനാണ് നിങ്ങൾ വിധേയപ്പെടേണ്ടത്. ബലില്ലാഹ ഫഅ്ബുദ്, മറിച്ച് അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിന് വിധേയപ്പെടുക, അവനെ അനുസരിക്കുക. വകും മിനശ്ശാകിരീൻ, കൃതജ്ഞത കാണിക്കുന്നവരോടൊപ്പം ഉൾപ്പെടുകയും ചെയ്യുക. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും അവനോട് നന്ദിയുള്ളവരായി നിലകൊള്ളുകയും ചെയ്യുക. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുമ്പ് ലോകത്ത് മനുഷ്യർക്കിടയിൽ ദൈവിക സന്ദേശം പ്രചരിപ്പിച്ച എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു ആവശ്യപ്പെട്ട കാര്യവും ഇതാണ്. ഇബാദത്തില് അള്ളാഹുവിനോടൊപ്പം മറ്റാർക്കും പങ്കാളിത്തമുള്ളതായി കരുതിക്കൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിച്ചാൽ സകല പ്രവർത്തനങ്ങളും നഷ്ടമാകും, ബാത്തിലാകും. അതിന്റെ ഫലമായിട്ട് അവരോരോരുത്തരും തന്നെ നഷ്ടകാരികളിൽ ഉൾപ്പെടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ജീവിത വിജയം നേടാൻ കഴിയാത്ത ആളുകളായിട്ട് അവരുടെ ജീവിതം അവസാനിക്കും എന്നതാണ് അള്ളാഹുവിടെ പ്രവാചകന്മാർക്ക് ഒരു താക്കീത് എന്നുള്ള നിലക്ക് അറിയിക്കുകയുണ്ടായിട്ടുള്ളത്. ആ കാര്യമാണ് പ്രവാചകന്മാർ ജനങ്ങളോട് പറയുകയും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവിടെ 62 മുതൽ 66 വരെയുള്ള ആയത്തുകളിൽ, ഇന്ന് നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹുവിന്റെ ഏകത്വം എന്നത് ഈ പ്രപഞ്ച സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതിലുള്ള സകല പ്രതിഭാസങ്ങളുടെയും പ്രവർത്തനങ്ങളെയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന്റെ യുക്തിബോധത്തെയും ചിന്തയെയും ഒക്കെ ഏറ്റവും ഏറെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തില് തൗഹീദിന്റെ പ്രാപഞ്ചികമായ ഒരു തലം വെളിപ്പെടുത്തുകയാണ് അല്ലാഹു. തൗഹീദ് എന്നത് ഒരു പ്രപഞ്ച വീക്ഷണം കൂടിയാണ്. അത് ഇവിടുത്തെ ഓരോ മണൽത്തരിയും പുൽക്കൊടിയും തുടങ്ങി വലിയ ആകാശലോകത്തെ, വാനലോകത്തെ
ഗോളങ്ങൾ വരെയുള്ള വലിയ വലിയ പ്രതിഭാസങ്ങൾ ഉൾപ്പെടെയുള്ള സകല സംഗതികളെയും ഓർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സാകല്യം, ഒരു പ്രപഞ്ച സംവിധാനം. ആ സംവിധാനത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്നത് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ആയത്തുകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഫങ്ഷനിങ്ങിനെ കുറിച്ച്, അതിന്റെ ഓപ്പറേഷനെ കുറിച്ച്, അതിന്റെ പുറകിലുള്ള ആ സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഒരാൾക്ക് തന്റെ വിശ്വാസവും അതുപോലെ തന്നെ തന്റെ വിധേയത്വവും ഒക്കെ എങ്ങനെയായിരിക്കണം എന്നത് തീരുമാനിക്കാൻ സാധിക്കുകയും, ഇതൊക്കെ എല്ലാം പരസ്പര ബന്ധിതമായ വിധത്തിലുള്ള ഒരു സംഗതിയാണ് എന്നതാണ് ഒരാൾക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കുക. ഇതല്ലാത്ത ഒരു വിധേയത്വം നൽകേണ്ടതായ ഒരു ശക്തിയും വേറെ അള്ളാഹു അല്ലാതെ ഇല്ല. അങ്ങനെ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്ക് വിധേയത്വം നൽകുന്ന ഒരു നിലപാട് ആരെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ അയാൾ പ്രപഞ്ചത്തോട് സംഘർഷത്തിലായിരിക്കും, അയാളോട് തന്നെയും സംഘർഷത്തിലായിരിക്കും, അയാളുടെ പ്രവർത്തനങ്ങളൊക്കെയും തന്നെ പാഴായിപ്പോയതാവും, അയാൾ നഷ്ടകാരികളിൽ പെടുന്നവനായും മാറുകയും ചെയ്യും. ഇതാണ് അതുകൊണ്ടുണ്ടാവുന്ന പരിണതി. അതിനാൽ ബലില്ലാഹ ഫഅ്ബുദ്, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. ബലില്ലാഹ ഫഅ്ബുദ്, അതിനാൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് വിധേയപ്പെടുക, അള്ളാഹുവിന് അടിമപ്പെടുക. അള്ളാഹു അല്ലാത്തവർക്ക് അത് ചെയ്തുകൂടാ. വകും മിനശ്ശാകിരീൻ, എന്നിട്ട് അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്നവനായി നിലകൊള്ളുകയും ചെയ്യുക. ഇതാണ് അള്ളാഹുവിടെ നൽകുന്ന നിർദ്ദേശം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സുമറിലെ 62 മുതൽ 66 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുകയുണ്ടായത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.